ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഈ വാക്കുകൾ കണ്ടില്ലേ നിങ്ങൾ? ഞാനിപ്പോൾ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കോഴ്സ് കച്ചവടവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന് ശേഷം ജോലി അന്വേഷിക്കുകയോ ബിസിനസ് തുടങ്ങുകയോ ചെയ്യണം, അതായത് ചെയ്യും എന്നർത്ഥം. ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ അവസരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആ കമ്പനികളിൽ ഇൻ്റർവ്യൂവിന് ഹാജരായതിന് ശേഷം മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളൊന്ന് പറയും. സംസാരിക്കാൻ എന്താ ഇപ്പോൾ ഇതിപ്പോൾ റിവേഴ്സ് ട്രാൻസ്ലേഷനാണ്. അറബി ട്രാൻസ്ലേഷൻ ചെയ്ത് നമുക്ക് ആശയം വെച്ചിട്ട് മലയാളം നമുക്ക് വശമുള്ളതുകൊണ്ട് വേഗം പറയാൻ പറ്റും. പക്ഷെ അറബിയിൽ നമുക്ക് പഠിക്കേണ്ടത്. മലയാളം നമുക്ക് പറയാനുള്ള ആ കാര്യം അറബിയിലല്ല പറയാനുള്ളത്. വളരെ സിമ്പിളാണ്, വൊക്കാബുലറി മാത്രം മതി. സർഫൊക്കെ നിങ്ങൾ പഠിച്ചു, പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ ഫാലു പഠിച്ചു. പക്ഷെ ഒരു ഫാലയും ഒരു ഫാലത്ത് ഉണ്ടെങ്കിൽ തന്നെ ജീവിച്ച് പോകാൻ പറ്റും. കാരണം ആദ്യം ക്രിയയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ രൂപം മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, നമുക്ക് കാര്യങ്ങൾ നടക്കും. നഹ്വ് നമുക്ക് ഒരുപാട് അവസരമുണ്ട് നഹ്വിൻ്റെ രക്ഷപ്പെടാൻ, നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. വഖഫ് ചെയ്ത് കളഞ്ഞാൽ മതി. അവസാനത്തെ ഹർക്കത്ത് വ്യക്തമാകുന്നില്ല, കഴിഞ്ഞു. അപ്പോൾ വൊക്കാബുലറിയാണ് വേണ്ടത്, വാക്കുകളാണ് കിട്ടേണ്ടത്. ഇൻ്റർവ്യൂവിന് എന്ത് പറയും, കമ്പനിക്ക് എന്ത് പറയും. അപ്പോൾ വൊക്കാബുലറി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്ക് ഏതെങ്കിലും ഗൂഗിൾ ആപ്പോ ട്രാൻസ്ലേറ്ററോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്പ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്താലും മതി. കാരണം നമുക്ക് കാര്യം നടക്കാനാണല്ലോ വേണ്ടത്. അപ്പോൾ ഈ പഠിച്ച സർഫും നഹ്വും ഒക്കെ കിട്ടുന്ന സെൻറ്റൻസിൻ്റെ ഹർക്കത്ത് എന്താണെന്ന് മനസ്സിലാക്കാനും ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നറിയാനും ഉപകാരപ്പെടും. ഇപ്പോൾ ഈ മുക്കാബല, ഇൻ്റർവ്യൂക്ക് മുക്കാബല എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം മുഫാല വസ്നാണ്, രണ്ട് ഭാഗത്തു നിന്നുള്ളതിനാണ് വരിക. അപ്പോൾ ഖബില അല്ലെങ്കിൽ അഖ്ബല അഭിമുഖമായി നിൽക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക. അപ്പോൾ മുക്കാബല എന്ന് പറയുമ്പോൾ പരസ്പരം എന്നുള്ളൊരു അർത്ഥം ആ വസ്നിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം സർഫ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ വാക്കും പ്രത്യേകം പഠിക്കേണ്ടി വരും. മനസ്സിലായില്ല? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തോ. ഒന്നാമത്തേത്, ഞാനിപ്പോൾ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു കോഴ്സ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുകയാണ്, അങ്ങനെ പറയും. ഞാൻ ഇപ്പോൾ അതഅല്ലമു അൽആൻ കച്ചവടം എന്ന കല എന്നൊക്കെ ആവും, ഫന്ന തിജാറ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം കാര്യമൊക്കെ മനസ്സിലാകും, പ്ലസ് നിങ്ങൾക്ക് അറബി എത്ര വശയിലെന്നും കൂടെ മനസ്സിലാകും. സാറില്ല, കാര്യം നടക്കും. കാര്യം നടക്കുക എന്നുള്ള അജണ്ടയായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു ട്രാൻസ്ലേറ്ററും ഇല്ലാതെ ഇത്രയും പറയുന്നത് തന്നെ ഒരു വലിയ കാര്യം. അതഅല്ലമുൽ ആൻ ഫന്ന തിജാറ എന്ന് പറയുമ്പോൾ ഫന്നെന്ന് കലക്ക പറയാം. ഞാനിപ്പോൾ കച്ചവടം എന്ന കല പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കച്ചവടത്തിൻ്റെ അറിവുകൾ നായി. ഓക്കെ, ഇപ്പോൾ ദൗറ എന്ന വാക്ക് കോഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന കാണുന്നുണ്ട്. അതഅല്ലമുൽ ആൻ ഉമൂർ ചില വിഷയങ്ങൾ പഠിക്കുകയാണ്. തതഅല്ലഖ് ബിത്തിജാറ അല്ലെങ്കിൽ ദൗറ തദ്രീബിയ മുർത്തബിത ബിത്തിജാറ അല്ലെങ്കിൽ തതഅല്ലഖു ബിത്തിജാറ. തതഅല്ലഖ് എന്ന് പറഞ്ഞാൽ മതി, ബന്ധപ്പെട്ട് നിൽക്കുന്ന. അല്ലെങ്കിൽ അഖൂമു ബി ദൗറത്തിൻ, ഇപ്പം ഞാൻ ഇന്ന കാര്യം ചെയ്യാണ്. അഖൂമു ബിഷൈൻ, ഒരു കാര്യവുമായി നിലകൊള്ളുന്നതിനാ പറയാം. ഓക്കെ, ആ കോഴ്സ് കച്ചവടവുമായി ബന്ധപ്പെട്ടതാണ്. ബന്ധപ്പെടുക എന്നുള്ള വാക്ക് ഏതാ? നമ്മൾ ജാർ മജ്റൂറൊക്കെ പറയുമ്പോൾ പറയുന്നില്ലേ? താലൂഖ്, മനസ്സിലല്ലേ? ബന്ധം എന്നർത്ഥം. താലൂഖ് അലിഖ എന്ന മൂന്നക്ഷരത്തിനല്ലേ? ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഒട്ടിപ്പിടിക്കുന്ന രക്തത്തുള്ളി. അപ്പം അതിനൊരു ഒട്ടിപ്പിടിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. താലീഖ്, അടിക്കുറിപ്പ് ചേർത്ത് കൊടുക്കുന്നതിന് താലീഖ് എന്ന് പറയും. അപ്പം ഇത് വഹാദിഹി ദിറാസ, ഈ പഠനം, തതഅല്ലഖു ബിത്തിജാറ അല്ലെങ്കിൽ വഹാദിഹി ദൗറ. വർക്ക്ഷോപ്പ് ഉണ്ടാവും, വർഷ എന്ന് പറയും. വർക്ക്ഷോപ്പിന് വർഷ എന്ന് പറയും. അപ്പോൾ ഞാൻ പഠിക്കുന്ന കോഴ്സ് അത് ദൗറ തതഅല്ലഖു വഹാദിഹി ദൗറ അല്ലെങ്കിൽ വഹാദിഹി ദിറാസ തതഅല്ലഖു ബിത്തിജാറ. ഇനി ബിസിനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം അറിയാം? ബിസിനസ് പറഞ്ഞാൽ മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറയുന്നില്ലേ? നീ നിൻ്റെ ബിസിനസ് ചെയ്ത നമ്മൾ ഈ ബിസിനസ് എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കച്ചവടം എന്നുള്ള രീതിയിലാണ്. നീ നിൻ്റെ പണി, മനസ്സിലായില്ലേ? അപ്പോൾ റിജാലുൽ അമൽ, ബിസിനസ് ക്ലാസ് പീപ്പിളിന് റിജാലുൽ അമാൽ എന്നൊക്കെ പറയും. അപ്പോൾ അൽ അമാൽ എന്ന വാക്ക് ബിസിനസ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അൽ അമാൽ. തിജാറ എന്നുള്ള വാക്ക് ശരിക്കും ട്രേഡിങ്ങിനെ ഉപയോഗിക്കാം. തിജാറ എന്നുള്ള വാക്ക് ശരിക്കും ട്രേഡിങ്, വ്യാപാരത്തിനെ ഉപയോഗിക്കാം. തിജാറ എന്നുള്ള വാക്ക് ശരിക്കും വ്യാപാരത്തിനാണ് ഉപയോഗിക്കുക. അമാൽ എന്നുള്ള വാക്കാണ് കറക്റ്റ്. ബിസിനസ് എന്നുള്ള ഇംഗ്ലീഷിൽ കറക്റ്റ് വേർഡ് ഉണ്ടല്ലോ. ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു, അതിനെ മാനേജ് ചെയ്യുന്നു, മനസ്സിലായില്ലേ? അതിന് അമാൽ എന്നുള്ള വാക്ക് ബിസിനസ് ക്ലാസ് പീപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ ബിസിനസ് ക്ലാസ് ഹോട്ടലാണ്, ദർജത്തുൽ അമാൽ, റിജാലുൽ അമാൽ എന്നൊക്കെ പറയാം. അപ്പം തതഅല്ലഖു ബിൽ അമാൽ എന്ന് പറയാം,
പക്ഷേ ആമാൽ തിജാരിയ അല്ലെങ്കിൽ തിജാറ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് ബിസിനസ് എന്നുള്ള മീനിങ് വരാം. ശരിക്കും തിജാറ എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിനാണ് പറയുക. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ്സും ട്രേഡിംഗ് അല്ല. ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് വ്യാപാരം കൊണ്ടുവന്ന് അരി മഹാരാഷ്ട്ര നടക്കുന്നു, ഇവിടെ കച്ചവടം ചെയ്യുന്നത്, അതിനാണ് വ്യാപാരം, ട്രേഡിംഗ് എന്ന് പറയാം. പല സേവന മേഖലകളൊക്കെ ചേർത്ത് വേണമെങ്കിൽ ബിസിനസ് എന്ന് പറയാം. അപ്പം ആളുകളുടെ മൈൻഡിൽ തിജാറ എന്നുള്ളതാണ് ബിസിനസ് എന്നുള്ള ഇതിൽ വരുന്നത്. അപ്പം തതഅല്ലഖു ബി തിജാറ എന്ന് പറയാം. ഓക്കെ, പിന്നെ ഇതിന് ശേഷം എങ്ങനെ പറയും? ബഅദാലിക് അല്ലെങ്കിൽ ബഅദഹു അല്ലെങ്കിൽ ബഅദാലിക് ഞാൻ ജോലി അന്വേഷിക്കും. അന്വേഷിക്കുന്നതിന് എന്താ പറയുക? ത്വലബ തേടുക എന്നർത്ഥം. അന്വേഷിക്കുന്നതിന് എന്താ പറയുക? ബഹസ യബ്ഹസു അന്വേഷിക്കുക. അബ്ഹസു അവസരത്തിന് എന്താ പറയുക? ഫുർസത്തുൻ ചാൻസ്, ഫുർസത്തു ദഹബിയ ഗോൾഡൻ ചാൻസ്. ഫുറസ് അതിൻ്റെ ബഹുവചനം ഫുറസ് എന്നാണ്. അബ്ഹസു അൻ അമൽ അല്ലെങ്കിൽ അനിൽ ഫുറസ്, ഞാൻ ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണ്. ഓക്കെ, ഔ അബ്ദഉ മശ്റൂഅൻ തിജാരിയൻ അല്ലെങ്കിൽ ഞാനൊരു കച്ചവട സംരംഭം ആരംഭിക്കും. അല്ലെങ്കിൽ ചുരുക്കി ഒന്നും കൂടെ പറയാം, അബ്ഹസു അൻ ഫുറസ് ലിൽ അമൽ ഔ ബദ്ഇ മശ്റൂഇൻ തിജാരിയൻ, ജോലി തേടുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ കച്ചവടം ആരംഭിക്കുന്നതിനെക്കുറിച്ച്. ഇപ്പോൾ രണ്ടും മസ്ദറായി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റും മറ്റ് ടൂളുകളും ഉള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണണം. അതിൻ്റെ വഴി അടച്ചു വെക്കാതെ അത് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അതിൽ നിന്ന് അറിവ് പഠിക്കാൻ പറ്റില്ല. നമുക്കൊരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു ഗൈഡ് നിർബന്ധമായിട്ട് വേണം. മനസ്സിലാകുന്നുണ്ടോ? അതിൽ കീഴിൽ നിന്നുകൊണ്ട് നമുക്കൊരു ടൂളായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ പിടിച്ച് ഈ ഉപകരണങ്ങളെ പിടിച്ച് ഉസ്താദാക്കുകയല്ല ചെയ്യുന്നത്, അതിനെ ടൂളായിട്ട് ഉപയോഗിക്കുക ചെയ്യുന്നത്, ഒരു ആയുധമായിട്ട്, ഒരു ഉപാധിയായിട്ട്. ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ ഫി അമാക്കിൻ ബാദിൽ അമാക്കിൻ നക്കിറയാകുമ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ നിന്നായി ഉമൂറുൻ അൽ ഉമൂർ നിശ്ചിത കാര്യങ്ങൾക്കറിയാം. ദി തിങ്സ്, ദിൻ്റെ അർത്ഥം അല്ല എന്നല്ല. ഉമൂർ എന്ന് പറഞ്ഞാൽ തിങ്സ് എന്നായി, സം മാറ്റേഴ്സ് എന്നൊക്കെയുള്ള അർത്ഥം വരും. അപ്പോൾ ഫി അമാക്കിന അത് ഗൈർ മുൻസരിഫാണ്. അമാക്കീനൻ ഫി അമാക്കീനിൽ നിന്ന് വരേണ്ടതാണ്. ഗൈർ മുൻസരിഫാണ് മഫായിൽ വസൻ അല്ലെങ്കിൽ അമാക്കിൻ എന്നൊക്കെ വരുമ്പോൾ ഗൈർ. ഫി അമാക്കിന ചില സ്ഥലങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ അവസരം അന്വേഷിക്കുന്നുണ്ട്. അബ്ഹസു അൻ ഫുറസ് ലിൽ അമൽ അല്ലെങ്കിൽ അബ്ഹസു അൻ ഇൽതിഹാഖ് ബിബഅദി ശരിക്കാത്ത്, ചില കമ്പനികളിൽ, ഷെരിക്കാത്ത് കമ്പനികൾ അല്ലെങ്കിൽ അമാക്കിൻ സ്ഥലങ്ങൾ. ഫി ബഅദിൽ അമാക്കിൻ, അലിഫ്ലാം ചേർന്നാൽ പിന്നെ ജറിൻ്റെ പ്രശ്നമില്ല, അമാക്കിന എന്ന് പറയേണ്ടതില്ല. ഫി ബഅദിൽ അമാക്കിനി ചില സ്ഥലങ്ങളിൽ, ഫി ബഅദി ഷെരിക്കാത്ത് ചില സ്ഥലങ്ങളിൽ ഞാൻ അവസരം അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, ഒരു വിദ്യാർത്ഥി തയ്യാറാക്കിയ ഒരു ട്രാൻസ്ലേഷൻ ഒരു വാക്കുകളുണ്ട്. വബഅദൽ ളുഹൂർ ലിൽ മുഖാബല, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ വബഅദൽ മുഖാബല ഇൻ്റർവ്യൂവിന് ശേഷം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തതിന് ശേഷം. വബഅദൽ ളുഹൂർ ലിൽ മുഖാബല ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരാൾക്ക് കിട്ടിയത് വബഅദ ഇജ്റാഇൽ മുഖാബലാത്ത് എന്നാണ്. ഇജ്റ എന്ന് പറയുന്നത് അൽ ഇജ്റാഅത്ത് പ്രൊസീജിയേഴ്സ് എന്ന് പറയും. ഇൻ്റർവ്യൂ പ്രൊസീജിയേഴ്സിന് ശേഷം. ഓക്കെ, എല്ലാം ശരിയാണ്. നിങ്ങൾക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താലും അത് ബൗണ്ടറിൻ്റെ അപ്പുറത്തേക്ക് പോകാതിരുന്നാൽ മതി. ഓക്കെ, അതിനുശേഷം സയത്തിമു തഹദീദുൽ ഉമൂർ അൽ ആത്തിയ വരുന്ന കാര്യങ്ങൾ, അൽ ഉമൂർ അൽ ബാഖിയ അല്ലെങ്കിൽ അൽ ആത്തിയ വരുന്ന കാര്യങ്ങൾ ഫിക്സ് ചെയ്യും. തഹദീദ് എന്ന് പറഞ്ഞാൽ എന്താ? തഹദീദ് ഹദ്ദദ യുഹദ്ദിദു, ഫിക്സ് ചെയ്യാം. അപ്പോൾ മുമ്പോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അതിന് ശേഷം തീരുമാനിക്കും. ബഅദൽ ളുഹൂരി ലിൽ മുഖാബലാത്ത് അല്ലെങ്കിൽ ബഅദൽ മുഖാബല അല്ലെങ്കിൽ ബഅദൽ മുഖാബലാത്ത് ഇൻ്റർവ്യൂവിന് ശേഷം അല്ലെങ്കിൽ ഇൻ്റർവ്യൂകൾക്ക് ശേഷം ഞാനൊരു തീരുമാനം എടുക്കും. സയത്തിമു തഹദീദുൽ ഉമൂർ അൽ ആത്തിയ അല്ലെങ്കിൽ അൽ ഉമൂർ അൽ ഇലാഫിയ, ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ. അൽ ഇലാഫിയ എന്ന് പറഞ്ഞാൽ എഡീഷണൽ കാര്യങ്ങൾ. അൽ ഇലാഫിയ എഡീഷണൽ കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഫിക്സ് ചെയ്യും. സയത്തിമു തഹദീദുൽ ഉമൂർ അൽ ഇലാഫിയ അല്ലെങ്കിൽ അൽ ഉമൂർ അൽ ബാഖിയ ബഅദൽ ളുഹൂർ ലിൽ മുഖാബല അല്ലെങ്കിൽ ബഅദൽ ളുഹൂർ ലിൽ മുഖാബല സയത്തിമു തഹദീദുൽ ഉമൂർ അൽ ഇലാഫിയ. എഡീഷണൽ കാര്യങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം തീരുമാനിക്കും. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് കുറച്ച് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അവിശ്വസനീയമായ രീതിയിൽ അറബി പറയും. ഇത്ര പ്രയാസം പോലും ഇല്ല കേട്ടോ അറബി പറയാൻ. ഇത് സിമ്പിളായിട്ട് വേണേൽ പറയാം. ഇതൊന്നും ഇല്ലാതെ വെറുതെ വായിൽ വരുന്ന അറബി വെച്ച് പറയുന്നത് എന്താ പറയുക? ഞാനിപ്പോൾ ഒരു കോഴ്സ് ചെയ്യണമ്പോൾ അന അദുറുസ് ഉമൂറൻ ചില കാര്യങ്ങളെന്ന് പറയാം,
അല്ലെങ്കിൽ വെറും കച്ചവടം എന്ന് പറഞ്ഞാൽ അന അതുർസുൽ അൻ തിജാറ, ഞാനിപ്പം ബിസിനസ് പഠിക്കുകയാണ്, മനസ്സിലായല്ലേ? ഞാനൊരു കോഴ്സ് ചെയ്യണം, ആ കോഴ്സ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞൂടെ ഞാൻ ഇപ്പോൾ കച്ചവടം പഠിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞില്ലേ ഇപ്പം അന അതഅല്ലമു ഫന്ന തിജാറ എന്ന് പറഞ്ഞു, പകരം തിജാറ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് അടുത്ത് പറയാനുള്ളത്, ഞാൻ ജോലി അന്വേഷിക്കുന്നുണ്ട്, അബ്ഹസുൽ അമൽ അല്ലെങ്കിൽ അബ്ഹസുൽ ഫുർസ, ഞാൻ ഓപ്പർച്യൂണിറ്റി ചാൻസ് അന്വേഷിക്കുന്നുണ്ട് ചില കമ്പനികളിൽ. ഫി ബാദി ഷരിക്കാത്ത് മുബത്തദ ഖബർ ഫിഅൽ ഫായിൽ വെച്ച് മാത്രം നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? വെറുതെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മെയിൻ വൊക്കാബുലറിയാണ്. വൊക്കാബുലറി അറിയില്ലെങ്കിലും കുടുങ്ങിപ്പോവും. കാള എന്ന് പറയേണ്ട സ്ഥലത്ത് കാള എന്ന് പറയാൻ അറിയില്ല, പശുവിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. വൊക്കാബുലറി പ്രശ്നം കൊണ്ട് ആകെ കുടുങ്ങിപ്പോവും. ഓരോന്നിനും ഒറ്റ വാക്കുണ്ടെന്ന് കരുതുക, അപ്പോൾ അത് അറിയാതെ വട്ടം കറങ്ങും. വൊക്കാബുലറി നിങ്ങൾക്ക് കറക്റ്റ് അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് പക്ക അറബി അറിയാമെന്നുള്ളത് ക്ലിയർ ആകും. മനസ്സിലാകുന്നുണ്ടോ?